സംസ്ഥാനത്ത് നാളികേര കർഷകർ കടുത്ത ദുരിതത്തിലാണ്. സർക്കാർ സംഭരണത്തിന് ഇടപെടൽ നടത്താത്തതും താങ്ങുവില നിശ്ചയിക്കാത്തതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയാണ്. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നാണ് കർഷകർ പറയുന്നത്. നാളികേര കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കൃഷിവകുപ്പിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഇടപെടൽ കാര്യക്ഷമമല്ലാത്തത് കൊണ്ട് നാളികേര കൃഷി ഉപേക്ഷിച്ച് മറ്റു വഴികൾ തേടുകയാണ് കർഷകർ. തേങ്ങയ്ക്ക് താങ്ങുവില കിട്ടുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരും. ഇന്നത്തെ മാർക്കറ്റായിരിക്കില്ല, നാളെ വേറെ ഒരു മാർക്കറ്റായിരിക്കും. ചിലപ്പോൾ ഒരു മാസം ഫുള്ള് നല്ല ടോപ്പ് വിലയായിരിക്കും, ഒരു മാസം തീരെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇത് ഒരു സ്ഥിര മാർക്കറ്റ് എപ്പോഴും ഉണ്ടാവില്ല. ഓരോ ദിവസവും വില താഴോട്ട് കൂപ്പുകുത്തുമ്പോഴും വിപണിയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. സംഭരണത്തിനും വിപണനത്തിനുമായി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാഴ്വാക്കായി. പച്ചതേങ്ങ സംഭരണം അടക്കം അവതാളത്തിലാണ്. ഇതും യാതൊരു തരത്തിലും നമുക്ക് ഒക്കില്ല. എൻ്റെ പൊളിക്കൂലി 125 റുപ്യ 100-ന്, പിന്നെ വലിക്കൂലി 50 റുപ്യ, എങ്ങനെ കയറ്റോ. ഇത് കഴിഞ്ഞിട്ട് 8 റുപ്യ 9 റുപ്യ കിട്ടിയിട്ട് ഒരു തരത്തിലും ഒക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് 25 റുപ്യെങ്കിലും ഒരു നാളികേരത്തിന് കിട്ടണം കൊണ്ടുവന്നെങ്കിൽ. പിന്നെ ഇതിന് ഇവിടെ ഭയങ്കര ചിലവാണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വെച്ചാൽ. കൃഷി ചെലവ് വർദ്ധിച്ചതും കൃഷി വകുപ്പ് കൈമലർത്തുന്നതും കർഷകരെ നിരാശരാക്കുകയാണ്. കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയും കുറഞ്ഞു. ബാങ്ക് ലോൺ അടക്കമെടുത്ത് കൃഷി ചെയ്തവരാണ് കൂടുതൽ പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാർ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് കർഷകർ. ജനം, കോഴിക്കോട്.